ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ആ എലമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ആദ്യമായി ക്ലാസിഫൈ ചെയ്ത ലാവോസിയറിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഡോബറൈനറുടെ ട്രയാഡുകളെ കുറിച്ച് പറഞ്ഞു. ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെന്റലീഫിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ മെന്റലീഫിന്റെ പീരിയോഡിക് ലോയെ ബേസ് ചെയ്ത് വന്നതാണ്. ഈ മെന്റലീഫിന്റെ ക്ലാസിഫിക്കേഷന് ശേഷം വരുന്ന അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് മോസ്ലിയുടെ ക്ലാസിഫിക്കേഷൻ, ഹെൻറി മോസ്ലിയുടെ ക്ലാസിഫിക്കേഷൻ. മറന്നു പോകരുത്, മെന്റലീഫിന്റെ ക്ലാസിഫിക്കേഷന് ശേഷം വരുന്ന എലമെന്റുകളുടെ പുതിയൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഹെൻറി മോസ്ലിയുടെ ക്ലാസിഫിക്കേഷൻ. ആരുടേത്? ഹെൻറി മോസ്ലി. ഈ മോസ്ലി ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എലമെന്റുകളുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തി. എലമെന്റുകളെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തിയപ്പം അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അറ്റോമിക് വെയിറ്റിനല്ല, അറ്റോമിക് നമ്പറിനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ മെന്റലീഫ് പറഞ്ഞത് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആരാണ്? അറ്റോമിക് വെയിറ്റ് ആണെന്നാണ്. ഈ നമ്മുടെ മോസ്ലി ചെയ്തത് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാധനം എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അറ്റോമിക് നമ്പറിനെയാണ്, അറ്റോമിക് വെയിറ്റിനെ അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മോസ്ലി ഒരു പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തു. അതിന് പറഞ്ഞ പേരാണ് മോഡേൺ പീരിയോഡിക് ലോ. എന്ത് പറയും? മോഡേൺ പീരിയോഡിക് ലോ. ആ ലോയിൽ ഇത്രേ പറയുന്നുള്ളൂ: the physical and chemical properties of the elements are the periodic function of their atomic number. മെന്റലീഫ് എന്താ പറയുന്നത്? The physical and chemical properties of the elements are periodic function of their atomic weight എന്ന് മെന്റലീഫ് പറഞ്ഞുവെങ്കിൽ മോസ്ലി എന്താ പറഞ്ഞത്? മറന്നു പോകരുത്, the physical and chemical properties of the elements are the periodic function of their atomic number എന്നാ പറഞ്ഞത്. അതായത് എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന് പറഞ്ഞ പേരാണ് മോഡേൺ പീരിയോഡിക് ലോ അല്ലെങ്കിൽ മോസ്ലീസ് പീരിയോഡിക് ലോ. ഈ മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ മോസ്ലി എലമെന്റുകളെ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് പുതിയൊരു പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തു. ആരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്? മോഡേൺ പീരിയോഡിക് ലോയെ ബേസ് ചെയ്തുകൊണ്ട് ആരുടെ ഓർഡറിൽ? അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്ത് പുതിയൊരു പീരിയോഡിക് ടേബിൾ ആര് പ്രപ്പോസ് ചെയ്തു? നമ്മുടെ മോസ്ലി പ്രപ്പോസ് ചെയ്തു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിള്, മോഡേൺ പീരിയോഡിക് ടേബിള്. അതിനെ പറഞ്ഞൊരു പേരാണ് ലോങ് ഫോം പീരിയോഡിക് ടേബിൾ. ഇതിന്റെ പേര് പറയും ലോങ് ഫോം പീരിയോഡിക് ടേബിൾ എന്ന് പറയും. ലോങ് ഫോം പീരിയോഡിക് ടേബിൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ഹെൻറി മോസ്ലി ആണ് എന്ന് ഓർക്കുക. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഈ മോഡേൺ പീരിയോഡിക് ടേബിളിനകത്തും നമ്മുടെ മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ പോലെ തന്നെ കുറെ വെർട്ടിക്കൽ കോളങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലേ? ആ കോളങ്ങളെ പറയുന്ന പേരാണ് എന്തോന്ന്? ഗ്രൂപ്പ്. നമ്മുടെ മെന്റലീഫ് പറഞ്ഞതുപോലെ തന്നെയാണ് പീരിയോഡിക് ടേബിളിലെ വെർട്ടിക്കൽ കോളങ്ങളെ പറയുന്ന പേരാണ് എന്തോന്ന്? ഗ്രൂപ്പ്. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ 18 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. എത്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? 18 ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് ഓർക്കുക. മോഡേൺ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. അതിന്റെ പേരുകളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേര് ആൽക്കലി മെറ്റൽസ്. എന്ത് പേര് പറയും? ആൽക്കലി മെറ്റൽസ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എന്ത് പേര് പറയും? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. സെക്കൻഡ് ഗ്രൂപ്പ് എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. തേർഡ് ടു 12th 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. മറന്നു പോകരുത്, 3 to 12 പറഞ്ഞ പേരെന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മലയാളത്തിൽ ഇതിന് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. എന്ത് പറയും? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും.
13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് പറയുന്ന പേര് ബോറോൺ ഫാമിലി. എന്ത് പേര് പറയും? ബോറോൺ ഫാമിലി എന്ന് പറയും. 14ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് പറയുന്ന പേര് കാർബൺ ഫാമിലി. ഇത് പേര് പറയും കാർബൺ ഫാമിലി എന്ന് പറയും. Then 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് പറയുന്ന പേര് നൈട്രജൻ ഫാമിലി. എന്ത് പേര് പറയും? നൈട്രജൻ ഫാമിലി. മറന്നു പോകരുത്, പേരുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. Then 16ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് പറയുന്ന പേര് ഓക്സിജൻ ഫാമിലി. എന്ത് പേര് പറയും? ഓക്സിജൻ ഫാമിലി. ഇതിന് പറയുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്, കാൽക്കോജൻസ്. എന്താ പറയുന്നത്? കാൽക്കോജൻസ്. ചിലർ ചാൽക്കോജൻസ് എന്ന് വായിക്കാറുണ്ട്. കാൽക്കോജൻസ് അല്ലെങ്കിൽ ചാൽക്കോജൻസ്. 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് പറയുന്ന പേര് ഹാലജൻ ഫാമിലി. എന്ത് പറയും? ഹാലജൻ ഫാമിലി. 18ാമത്തെ ഗ്രൂപ്പിന് പറയുന്ന പേര് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്. നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ എന്ത് പറയും? ഇനേർട്ട് ഗ്യാസസ്. ഇങ്ങനെ 18 ഗ്രൂപ്പുകളാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിൾ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18. എന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോളംസ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ഈസ് കോൾഡ് ഗ്രൂപ്പ്. മോഡേൺ പീരിയോഡിക് ടേബിളിലെ 18 ഗ്രൂപ്പുകളുടെ പേരുകളും പഠിച്ചു വെച്ചേക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താ പറയുന്നത്? ആൽക്കലി മെറ്റൽസ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സ്. 13ാമത്തത് ബോറോൺ ഫാമിലി. 14 കാർബൺ ഫാമിലി. 15 നൈട്രജൻ ഫാമിലി. 16 പറയുന്ന പേര് ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ചാൽക്കോജൻസ്. ഇത് പറയും ചാൽക്കോജൻസ്. 17 ഹാലജൻ ഫാമിലി. 18 നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്. വെർട്ടിക്കൽ കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് പറയുമെങ്കിൽ ഹൊറിസോണ്ടൽ റോസിനും മറ്റു പേരുകൾ പറയാറുണ്ട്, ഇല്ലേ? എന്ത് പേരാ പറയാറുള്ളത്? ഹൊറിസോണ്ടൽ റോസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഈസ് കോൾഡ് പീരിയഡ്സ്. എന്ത് പറയാറുണ്ട്? പീരിയഡ്സ്. മെന്റലിയും പറഞ്ഞതുപോലെ തന്നെയാണ്. വെർട്ടിക്കൽ കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് പറയും. ഹൊറിസോണ്ടൽ റോസ് എന്ത് പേര് പറയും? പീരിയഡ്സ് എന്ന് പറയും. മോഡേൺ പീരിയോഡിക് ടേബിളിലും മെന്റലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ പോലെ 7 പീരിയഡ്സ്. എത്ര പീരിയഡ്സ് ഉണ്ട്? 7 പീരിയഡ്സ്. എത്ര പീരിയഡ്സ് ഉണ്ട്? 7 പീരിയഡുകൾ ഉണ്ട്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര പീരിയഡ് ഉണ്ട്? 7 പീരിയഡ് ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക, ഒന്നാമത്തെ പീരീഡിൽ 2 എലമെന്റ്സേ ഉള്ളൂ. എത്ര എലമെന്റ്സേ ഉള്ളൂ? 2 എലമെന്റ്സേ ഉള്ളൂ. ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈഡ്രജനും ഹീലിയവും. ഹൈഡ്രജനും ഹീലിയവും. ഒന്നാമത്തെ പീരീഡില് only 2 എലമെന്റ്സ്. ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഹീലിയവും. രണ്ടാമത്തെ പീരീഡിൽ 8 എലമെന്റ്സ് ഉണ്ട്. എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് ഉണ്ട്. ഫ്രം ലിഥിയം ടു നിയോൺ. ലിഥിയം മുതൽ നിയോൺ വരെയുള്ള 8 എലമെന്റ്സ് ആണ് രണ്ടാമത്തെ പീരീഡിൽ ഉള്ളത്. മൂന്നാമത്തെ പീരീഡിലും 8 എലമെന്റ്സ് തന്നെയാണുള്ളത്. എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് തന്നെയാണ് ഉള്ളത്. ഓർത്ത് വെച്ചേക്കുക, സോഡിയം ടു ആർഗൺ. സോഡിയം മുതൽ ആർഗൺ വരെയുള്ള 8 എലമെന്റ്സ് ആണ് മൂന്നാമത്തെ പീരീഡിൽ ഉള്ളത്. നാലാമത്തെ പീരീഡില് 18 എലമെന്റ്സ് ഉണ്ട്. എത്ര എലമെന്റ്സ് ഉണ്ട്? 18 എലമെന്റ്സ് ഉണ്ട്. പൊട്ടാസ്യം മുതൽ ക്രിപ്റ്റോൺ വരെയുള്ള 18 എലമെന്റുകൾ ചേർന്നതാണ് നാലാമത്തെ പീരീഡ്. അഞ്ചാമത്തെ പീരീഡിലും 18 എലമെന്റ്സ് തന്നെയാണ് ഉള്ളത്. റുബീഡിയം ടു സെനോൺ. റുബീഡിയം മുതൽ സെനോൺ വരെയുള്ള 18 എലമെന്റുകൾ ചേർന്നതാണ് അഞ്ചാമത്തെ പീരീഡ്. ഇനി ആറാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാല് അതിനകത്ത് 32 എലമെന്റ്സ് ഉണ്ട്. എത്ര എലമെന്റ്സ് ഉണ്ട്? 32 എലമെന്റ്സ് ഉണ്ട് എന്നർത്ഥം. എത്ര എലമെന്റ്സ് ഉണ്ട്? 32 എലമെന്റ്സ് ഉണ്ട്. സീസിയം മുതൽ റെഡോൺ വരെയുള്ള 32 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ആറാമത്തെ പീരീഡില് എത്ര എലമെന്റ്സ് ഉണ്ട്? 32 എലമെന്റ്സ് ഉണ്ട്. ഫ്രം സീസിയം ടു റെഡോൺ. സീസിയം മുതൽ റെഡോൺ വരെയുള്ള 32 എലമെന്റുകൾ ചേർന്നതാണ് എന്തോന്ന്? ആറാമത്തെ പീരീഡ്. ഇനി ഒരു പീരീഡ് കൊണ്ട് ഏഴാമത്തെ പീരീഡ്. നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ പറയുന്നത് ഏഴാമത്തെ പീരീഡ് ഇൻകംപ്ലീറ്റ് സീരീസ് എന്നാണ്, പൂർണ്ണമായി പെട്ടിട്ടില്ല എന്ന്. പക്ഷെ 2016 4 എലമെന്റുകൾ കൂടെ കണ്ടുപിടിക്കപ്പെട്ട് നമ്മുടെ പീരിയോഡിക് ടേബിൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ 4 എലമെന്റുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 113ാമത്തെ എലമെന്റ് നിഹോണിയം. ഏഷ്യയുടെ
പീരിയോഡിക് ടേബിളിലെ ഒരേ ഒരു സംഭാവനയാണ്, നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്കുള്ള ഏഷ്യയുടെ ഒരേ ഒരു സംഭാവനയാണ് നിഹോണിയം. 113ാമത്തെ എലമെന്റ് കണ്ടുപിടിച്ചത് ജപ്പാനാണ്. ദെൻ 115ാമത്തെ എലമെന്റ് മോസ്കോവിയം. റഷ്യയുടെ ഒരു സ്ഥലമാണ് മോസ്കോ, അതിന്റെ ബഹുമാനാർത്ഥം കൊടുത്ത പേരാണ് മോസ്കോവിയം. ദെൻ 117ാമത്തെ എലമെന്റ് ടെന്നിസീനിയം. അമേരിക്കയിലെ പ്രൊഫസ്റ്റാണ് ടെന്നിസീൻ, അതിനാണ് ടെന്നിസീനിയം വന്നത്. 118ാമത്തെ എലമെന്റ് ഒഗ്നേസൺ. യൂറി ഒഗ്നേസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ബഹുമാനാർത്ഥം കൊടുത്ത പേരാണ് ഒഗ്നേസൺ, ഓജി എന്ന് സൂചിപ്പിക്കും. അപ്പൊ ഇത് 4 എലമെന്റുകളും 2016 കണ്ടുപിടിക്കപ്പെട്ടു. ജസ്റ്റ് മനസ്സിലാക്കുക ഏതൊക്കെയാണ്. 113ാമത്തെ എലമെന്റ് നിക്കോണിയം, 115ാമത്തെ എലമെന്റ് മോസ്കോവിയം, 114 ടെന്നിസീനിയം, 118 ഒഗ്നേസൺ. അപ്പൊ ഈ എലമെന്റുകൾ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി നമ്മുടെ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആയി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് 7ാമത്തെ പീരീഡ് എന്താണ്, ഇൻകംപ്ലീറ്റ് സീരീസ് എന്നാണ്. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ നമ്മൾ മോഡേൺ കെമിസ്ട്രിയിൽ എന്താണ്, നമ്മുടെ കണ്ടംപററി സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്ത് പറയണം, നമ്മുടെ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന സാധനം ഇൻകംപ്ലീറ്റ് സീരീസ് എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എത്ര എലമെന്റ് ഉണ്ട്, 32 എലമെന്റ്സ് ഉണ്ട്. ഫ്രം ഫ്രാൻസിയം ടു ഒഗ്നേസൺ, ഫ്രാൻസിയം ടു ഒഗ്നേസൺ. നിങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്, പുതുതായി കണ്ടുപിടിക്കുന്ന എലമെന്റുകൾ ആഡ് ചെയ്യുന്നത് 7ാമത്തെ പീരീഡ് എന്ന്. ഇതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് 7ാമത്തെ പീരീഡിലാണ് പുതിയ എലമെന്റുകൾ ആഡ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക, മോഡേൺ പീരിയോഡിക് ടേബിളിലും എന്താണ്, മെൻഡലീഫിന്റെ പീരിയോഡിക് ടേബിളിനെ പോലെ 7 പീരീഡുകളാണ് ഉള്ളത്. 1ാമത്തെ പീരീഡിൽ 2 എലമെന്റുകൾ ഏതൊക്കെയാണ്, ഹൈഡ്രജനും ഹീലിയവും. 2ാമത്തെ പീരീഡിൽ 8 എലമെന്റ് ഫ്രം ലിഥിയം ടു നിയോൺ. 3ാമത്തെ പീരീഡിലും 8 എലമെന്റ് ഫ്രം സോഡിയം ടു ആർഗൺ. 4ാമത്തെ പീരീഡിൽ 18 എലമെന്റ്സ് ഫ്രം പൊട്ടാസ്യം ടു ക്രിപ്റ്റോൺ. 5ാമത്തെ പീരീഡിൽ 18 എലമെന്റ് ഫ്രം റുബീഡിയം ടു സെനോൺ. 6ാമത്തെ പീരീഡിൽ 32 എലമെന്റ് ഫ്രം സീസിയം ടു റെഡോൺ. 7ാമത്തെ പീരീഡ് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നു ഇൻകംപ്ലീറ്റ് സീരീസ് എന്ന് തുടങ്ങുന്ന ഫ്രാൻസിൽ നിന്ന്. 2016 ആയപ്പോൾ 4 എലമെന്റുകൾ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി 7ാമത്തെ പീരീഡും കംപ്ലീറ്റ് ആകപ്പെട്ടു. 32 എലമെന്റ് ഫ്രം ഫ്രാൻസിയം ടു ഒഗ്നേസൺ എന്ന് ഓർത്തു വെച്ചേക്കുക. ഇതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുന്ന കാര്യം. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ ആരാണ്, മോസ്ലി ആണെന്ന് ഓർക്കുക. നടത്തിയ സ്റ്റഡി ഏതാണ്, എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയിലൂടെയാണ്. അറ്റോമിക് നമ്പർ ആണ് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തു. ലോ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോ എന്താ പറഞ്ഞിരിക്കുന്നത്, the physical and chemical properties of the elements are the periodic function of their atomic number. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, മറന്നു പോകരുത്. ഗ്രൂപ്പുകളും പീരീഡുകളും സംശയമില്ലല്ലോ, വളരെ സിമ്പിൾ അല്ലേ, ഓർത്തു വയ്ക്കാൻ കഴിയില്ലേ. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ nomenclature of elements having atomic number more than 100. അറ്റോമിക് നമ്പർ 100ന് മേളിൽ വരണം. 100ന് മേളിൽ വരുന്ന എലമെന്റുകൾക്ക് എങ്ങനെ പേര് കൊടുക്കും? അറ്റോമിക് നമ്പർ 100ന് മേളിൽ വരുന്ന എലമെന്റുകൾക്ക് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് IUPAC ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ന്യൂമറിക്കൽ നമുക്ക് ഈ എലമെന്റുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ട് അതിന് ഔദ്യോഗികമായ ഒരു പേര് വരുന്നതിന് മുന്നേ, നമ്മൾ ഔദ്യോഗികമായിട്ട് പേര് പ്രപ്പോസ് ചെയ്തതിന് മുന്നേ തന്നെ ആ എലമെന്റുകൾക്ക് പേര് കൊടുക്കാനുള്ള രീതിയാണ് നമ്മുടെ IUPAC പറഞ്ഞിരിക്കുന്നത്. നമ്പർ വെച്ചിട്ടാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യം പഠിച്ചിരിക്കണം, എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്ന് അറിയേണ്ട ഒരു കാര്യം, 0 ആണെങ്കിൽ ഇപ്പം 0 എന്ന ഡിജിറ്റിന് നമ്മൾ കൊടുക്കുന്ന നെയിം നിൽ എന്നാണ്. സൂചിപ്പിക്കും നിൽ. n എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. 1 ആണെങ്കിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് അൺ, യു എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. 2 ആണെങ്കിൽ നമ്മൾ ബൈ എന്ന് സൂചിപ്പിക്കും, ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. 3 ആണെങ്കിൽ ട്രൈ എന്ന് സൂചിപ്പിക്കും, ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. 4 ആണെങ്കിൽ കോഡ് എന്ന് സൂചിപ്പിക്കും, ക്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി 5 ആണെങ്കിൽ നമ്മൾ പെൻഡ് എന്ന് സൂചിപ്പിക്കും, പി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. 6 ആണെങ്കിൽ നമ്മൾ ഹെക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യും. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഹെക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യും, എച്ച് കൊണ്ട് സൂചിപ്പിക്കും. ഇനി 7 ആണെങ്കിൽ സെപ്റ്റ്, സിമ്പൽ എസ് ആണ്. 8 ആണെങ്കിൽ ഒക്ട്, ഓ. 9 ആണെങ്കിൽ എൻ, ഇ കൊണ്ട് സൂചിപ്പിക്കും. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. 100ന് മേലുള്ള എലമെന്റുകൾക്ക് പേര് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത്രയും അറിഞ്ഞു വെച്ചേക്കണം. 0 നിൽ എൻ, 1 അൺ എന്ന് സൂചിപ്പിക്കും, യു. 2 ആണെങ്കിൽ ബൈ, ബി. 3 ആണെങ്കിൽ ട്രൈ,
T, 4 ആണെങ്കിൽ കോഡ് Q, 5 ആണെങ്കിൽ പെൻഡ് P, 6 ആണെങ്കിൽ ഹെക്സ് H, 7 ആണെങ്കിൽ സെപ്റ്റ് S, 8 ആണെങ്കിൽ ഒക്ട് O, 9 ആണെങ്കിൽ L. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എലമെന്റ്സുകൾക്ക് പേര് കൊടുക്കാൻ പറ്റും. എങ്ങനെ നോക്കാം, നോക്കിക്കോളൂ. ഞാൻ 101ാമത്തെ എലമെന്റിന് പേരെങ്ങനെ കൊടുക്കും നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഓരോ ഡിജിറ്റ് ആയി നോക്കുക. 1 0 1 ഇതല്ലേ 101. 1 എന്ത് കൊടുക്കും? അൺ. അതിന്റെ പേരെങ്ങനെ എഴുതിയാൽ മതി, അൺ. 0ക്ക് എന്ത് കൊടുക്കും? അടുത്ത് 0 എന്ത് കൊടുക്കും? നിൽ. ചേർത്ത് എഴുതുക, നിൽ. അടുത്ത് വീണ്ടും 1 അല്ലേ, അപ്പൊ എന്താണ്? അൺ. അൺ, നിൽ, അൺ. എഴുതിയ ശേഷം ഡിജിറ്റുകളെല്ലാം പേരെഴുതി കഴിഞ്ഞു. ലാസ്റ്റ് IUM ചേർക്കണം. IUM. ഇതിന്റെ സിമ്പൽ എങ്ങനെ എഴുതാം? 1 അണ്ണിന്റെ സിമ്പൽ എന്താ? U. 0 നിൽ, നിലിന്റെ സിമ്പൽ എന്താ? N. വീണ്ടും അണ്ണല്ലേ, അപ്പൊ എന്താ? UNU. ഇതാണ് സിമ്പിൾ. സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? ഇനി 102ാമത്തെ എലമെന്റ് എങ്ങനെ പേര് കൊടുക്കാന്ന് പറഞ്ഞേ? അത് ഡിജിറ്റ് ഏതാ? 1. 1 എങ്ങനെ എഴുതും? അൺ. 0 നിൽ. 2 എന്താ? ബൈ. അവസാനം എന്ത് എടുക്കണം? IUM. പക്ഷെ ഇവിടെ ലാസ്റ്റ് I ഉള്ളത് കൊണ്ട് UM മാത്രം ചേർത്താൽ മതി. UM. കൺഫ്യൂഷൻ ഉണ്ടോ? 2 I ചേർത്തതിന്റെ കാര്യമില്ല. അപ്പൊ ഇതിന്റെ സിമ്പൽ എങ്ങനെ എഴുതാം? അണ്ണിന് U, നില്ലിന് N, ബൈ B. ഇനി 103ാമത്തെ എലമെന്റ് എങ്ങനെ പേര് കൊടുക്കും? വളരെ സിമ്പിൾ ആണ്. 1ന് എന്ത് കൊടുക്കും? അൺ. 0ക്ക് നിൽ, 3ന് ട്രൈ, ലാസ്റ്റ് എന്ത് ചേർക്കണം? IUM. I ഉള്ളത് കൊണ്ട് എന്ത് ചേർത്താൽ മതി? UM. എങ്ങനെ ആയിരിക്കും സിമ്പല്? UNT. കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി 118ാമത്തെ എലമെന്റ് എങ്ങനെ പേര് കൊടുക്കും? 1ന് അൺ, വീണ്ടും 1ന് അൺ, 8 എന്താണ്? ഒക്ട്, അവസാനം IUM. വളരെ സിമ്പിൾ അല്ലേ? UO. ഇങ്ങനെ 100ന് ശേഷം വരുന്ന ഏത് എലമെന്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേര് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രധാനപ്പെട്ടതാണ്, ചോദിച്ചിട്ടുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുക. അതിൽ പ്രധാനമായിട്ടും ഈ ഡിജിറ്റുകൾ അറിഞ്ഞു വെച്ചേക്കണം. 0 ആണെങ്കിൽ നില്ല് N, 1 ആണെങ്കിൽ അൺ U, 2 ആണെങ്കിൽ ബൈ B, 3 ആണെങ്കിൽ ട്രൈ T, 4 ആണെങ്കിൽ കോഡ് Q, 5 ആണെങ്കിൽ പെൻഡ് P, 6 ആണെങ്കിൽ ഹെക്സ് H, 7 ആണെങ്കിൽ സെപ്റ്റ് S, 8 ആണെങ്കിൽ ഒക്ട് O, 9 ആണെങ്കിൽ NE. ഇത്രയും അറിയാമെങ്കിൽ പേര് കൊടുക്കാൻ പറ്റും. ഡിജിറ്റുകളുടെ ഓർഡറിൽ പേര് കൊടുക്കുക, ലാസ്റ്റ് എന്ത് ചേർക്കുക? IUM ചേർക്കുക. സിമ്പിൾ എഴുതാൻ അറിയാലോ? വളരെ സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. നമുക്ക് ഇനിയും ഉണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ. അത് മനസ്സിലാക്കുന്നതിന് മുന്നേ, അത് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾക്ക് അറിയാം എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ the arrangement of electrons in various atomic orbitals in the increasing order of their energy. അതായത് എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറ്റോമിക് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന രീതിക്ക് പറഞ്ഞ പേരാണ്. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളെ വ്യത്യസ്ത അറ്റോമിക് ഓർബിറ്റലുകളിൽ അവയുടെ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ഓർക്കുക. അറിയുന്ന കാര്യമല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എലമെന്റുകളെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാര്യം മനസ്സിലായോ? അപ്പൊ എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ എനർജി. എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറ്റോമിക് ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എലമെന്റുകളെ പ്രധാനമായിട്ടും 4 ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്യുന്നു. കേട്ട കാര്യം തന്നെ, പഠിച്ചിട്ടുള്ള കാര്യമാണ്. എലമെന്റുകൾ എത്ര ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്യുന്നു? 4 ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്യുന്നു ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ S ബ്ലോക്ക് എലമെന്റ്സ്. സാധനം S ബ്ലോക്ക് എലമെന്റ്സ്. എന്താണ് S ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള S ഓർബിറ്റലിൽ ആണ് എങ്കിൽ അവയെ പറയുന്ന പേരാണ് S ബ്ലോക്ക് എലമെന്റ്സ്.
കാര്യം മനസ്സിലായോ? നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വരുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ വാലൻസി ഷെല്ലായിട്ടുള്ള എസ് ഓർബിറ്റലിൽ ആണ് എങ്കിൽ അവയെ പറയുന്ന പേരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് മനസ്സിലാക്കുക. സാധാരണഗതിയിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സും അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ദാറ്റ് ഈസ് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഏതൊക്കെയാണ്? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയാറുള്ളത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാറുള്ളത് എന്ന് ഓർക്കുക. ഈ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 to 2 ആണ്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർ എന്തായിരിക്കും? NS1 ആയിരിക്കും. രണ്ടാമത്തെ ആകുമ്പോൾ എന്തായിരിക്കും? NS2 ആയിരിക്കും എന്ന് ഓർക്കുക. അപ്പം NS1 to 2 ആണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഒന്നാമത്തെ ബ്ലോക്ക് ഏതാണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ്. എന്താ എസ് ബ്ലോക്ക് എലമെന്റ്സ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള എസ് ഓർബിറ്റൽ ആണ് എങ്കിൽ അവയെ നമ്മൾ എന്ത് പേര് പറയും? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ആരൊക്കെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്? ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. എന്താ അവയുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? NS1 to 2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാല് പി ബ്ലോക്ക് എലമെന്റ്സ്. എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ്? എസ് ബ്ലോക്ക് എലമെന്റ് അറിയാമെങ്കിൽ പി ബ്ലോക്ക് വളരെ സിമ്പിൾ ആയി പറയാൻ കഴിയും. എന്താ പി ബ്ലോക്ക് എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള പി ഓർബിറ്റലിൽ ആണ് എങ്കിൽ അവയെ പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള പി ഓർബിറ്റലിൽ ആണ് എങ്കിൽ അവയെ പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. The elements in which the last electron enters in the p orbital of their valency shell is called p block elements. കാര്യം വ്യക്തമായി ഓർക്കുക. The elements in which the last electron enters in the outermost shell of the p orbital is called p block elements. ഇനി ഏതൊക്കെയാണ് p block elements ചോദിച്ചു കഴിഞ്ഞാൽ 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ്, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഏത് മുതൽ ഏത് വരെ? 13 മുതൽ 18 വരെ. ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻ ഫാമിലി ആൻഡ് നോബിൾ ഗ്യാസ്. ഇത് ഇത്രയും ചേർന്നതാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഈ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ NS2 NP1 to 6 ആണ്. മറന്നു പോകരുത്. NS2 NP1 to 6 എന്ന് പറഞ്ഞാല് 13ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ NS2 NP1, 14ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ NS2 NP2, 15ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ NS2 NP3, 16ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ NS2 NP4, 17 ആകുമ്പോൾ NS2 NP5, 18 ആകുമ്പോൾ NS2 NP6. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ എസ് ബ്ലോക്ക് എലമെന്റിനെയും പി ബ്ലോക്ക് എലമെന്റിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. എന്ത് പേര് പറയും? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയും. എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ്, ടുഗദർ നോൺ ആസ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റിനെയും പി ബ്ലോക്ക് എലമെന്റിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയും. മലയാളത്തിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ കേട്ടിരിക്കും അല്ലേ? അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് ആർ ടുഗദർ നോൺ ആസ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. നമ്മൾ 4 ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറഞ്ഞത് അല്ലെ? 2 ബ്ലോക്കുകളായി. ഇനി മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാല് ഡി ബ്ലോക്ക് എലമെന്റ്സ്. എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്? വ്യക്തമായി മനസ്സിലാക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലായിട്ടുള്ള ഡി ഓർബിറ്റലാണ് എങ്കിൽ, ഏത് ഷെല്ല്? പെനൾട്ടിമേറ്റ്. എന്താ ഈ പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാല്? ഏറ്റവും പുറത്തുള്ള ഷെല്ലിനെ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ബാലൻസ് ഷെൽ എന്ന് പറയും. ഏറ്റവും പുറത്ത്. അതിന് തൊട്ട് അകത്തുള്ള ഷെല്ലിന് പറയുന്ന പേരാണ് പെനൾട്ടിമേറ്റ് ഷെൽ.
കാര്യം മനസ്സിലായോ? ഏറ്റവും പുറത്തുള്ള ഷെൽ എന്താണ്? വാലൻസി ഷെൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതിന് തൊട്ട് അകത്തുള്ള ഷെല്ലിന് പറയുന്ന പേരാണ് എന്തോന്ന്? പെനൾട്ടിമേറ്റ് ഷെൽ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലായിട്ടുള്ള ഡി ഓർബിറ്റലാണ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് എന്തോന്ന്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇവയുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ns1 to 2 n-1d 1 to 10 ആണ്. മറന്നു പോകരുത്. ns1 to 2 ns1 to 2 n-1d 1 to 10 ആണ് എന്ന് ഓർക്കുക. ഇവിടെ n- മനസ്സിലായോ? ഇത് 4ാമത്തെ ഓർബിറ്റലാണ് എങ്കിൽ എത്രയായിരിക്കും? 3ാമത്തെ ആണ് പെനൾട്ടിമേറ്റ്. ഔട്ടർ എത്രയാണ്? 4 എങ്കിൽ തൊട്ട് മുന്നിലുള്ള എന്തായിരിക്കും? n-1 3 ആയിരിക്കും. ഔട്ടർ 5 ആണെങ്കിൽ n-1 പെനൾട്ടിമേറ്റ് എത്രയായിരിക്കും? 4 ആയിരിക്കും. കൺഫ്യൂഷൻ ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? അപ്പൊ എന്താ ഡി ബ്ലോക്ക് എലമെന്റ്സ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലായിട്ടുള്ള ഡി ഓർബിറ്റലാണ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ns1 to 2 n-1d 1 to 10 എന്ന് ഓർക്കുക. ഇനി കുറച്ച് കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ ഡി ബ്ലോക്ക് എലമെന്റുകളെ പറയുന്ന മറ്റൊരു പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. എന്ത് പറയും? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ ആൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എസ് ബ്ലോക്ക് 1ഉം 2ഉം. ഈ എസ് ബ്ലോക്കിനും ഡി ബ്ലോക്ക് എന്താ? 13 to 18. ഇതിനിടയിലാണ് ആര് വരുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിലാണ് ആര് വരിക? ഡി ബ്ലോക്ക് എലമെന്റ്സ് വരിക. നമ്മുടെ എസ് ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കും, 2 ഗ്രൂപ്പുകൾ ഉണ്ടാകും. ദെൻ ഇവിടെയാണ് എന്ത് വരുന്നത്? ഡി ബ്ലോക്ക് വരുന്നത്. ദെൻ ഇവിടെ വരുന്നത് എന്താണ്? പി ബ്ലോക്ക് എലമെന്റ്സ്. ഇവിടെയും മറ്റു ഗ്രൂപ്പുകളുണ്ട്. ഇവിടെയും മറ്റു ഗ്രൂപ്പുകളുണ്ട്. ഇതെന്താ സാധനം? പി ബ്ലോക്ക് എലമെന്റ്സ്. ഇതെന്താ? എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇത് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നല്ലോ. ഈ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം ടിപ്പിക്കൽ മെറ്റൽസ്, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. പി ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം നോൺ മെറ്റൽ ആണ്. അപ്പൊ മെറ്റൽസിൽ നിന്നും നോൺ മെറ്റൽസിലേക്കുള്ള ഒരു പാലമാണ്, ഒരു ബ്രിഡ്ജ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ദാറ്റ് ഈസ് മെറ്റലിൽ നിന്നും നോൺ മെറ്റലിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, രൂപമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ്. Therefore it is known as transition elements. കാര്യം മനസ്സിലായോ? The d block elements represents the transition of elements from metals to non-metals. കാര്യം മനസ്സിലാക്കുക. എസ് ബ്ലോക്ക് ടിപ്പിക്കൽ മെറ്റൽസ് ആ, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. പി ബ്ലോക്ക് നോൺ മെറ്റൽസ് ആ, അതിനിടയിലുള്ള സാധനമല്ലേ ഡി ബ്ലോക്ക് എലമെന്റ്സ്. That is, d block elements represents the transition of elements from metals to non-metals. Therefore, d block elements are also known as transition elements. എന്തുകൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് ട്രാൻസിഷൻ എലമെന്റ്സ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം. The position of d block element is in between s block and p block. S block element is typical metal. P block is non-metal. That is, d block elements represents the transition of elements from metals to non-metals. Therefore, d block elements are also known as transition elements. Confusion ഇല്ലല്ലോ? Then രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, d block elementsന്റെ മറ്റൊരു പ്രത്യേകതയാണ് വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നു. എന്ത് കാണിക്കുന്നു? വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അയൺ ആണെങ്കിൽ Fe2+ ഉണ്ട്, അതുപോലെ Fe3+ ഉണ്ട്. സാധാരണ ഓക്സിജൻ ആണെങ്കിൽ 2- മാത്രമേ കാണിക്കാറുള്ളൂ, ക്ലോറിൻ -1 മാത്രമേ കാണിക്കാറുള്ളൂ, H+1 മാത്രമേ കാണിക്കൂ. ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് വ്യത്യസ്തമായ ഓക്സീകരണ അവസ്ഥ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, കാണിക്കാറുണ്ട്. എന്തുകൊണ്ട്? ജസ്റ്റ് മനസ്സിലാക്കുക. സാധാരണഗതിയിൽ ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകൾ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാറുള്ളൂ. ആര് മാത്രമേ? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാറുള്ളൂ. അതേസമയം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ബാഹ്യതമ ഷെല്ലിലെ എസ് ഇലക്ട്രോണുകളോടൊപ്പം പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി ഇലക്ട്രോണുകൾ കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും.
സാധാരണഗതിയിൽ ആര് മാത്രമേ പങ്കെടുക്കാറുള്ളൂ? ഔട്ടർ ഷെൽ ഇലക്ട്രോൺ മാത്രമേ പങ്കെടുക്കാറുള്ളൂ. പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ഔട്ടർ എസ് ഇലക്ട്രോണുകളോടൊപ്പം പെനൾട്ടിമേറ്റ് ഡി ഇലക്ട്രോണുകൾ കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും എന്നുള്ളത് കൊണ്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് കാണിക്കുന്നു? വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നു. ഇപ്പൊ എന്താ റീസൺ വെച്ചാൽ നമ്മൾ എന്ത് പറയണം? ഇൻ ദ കേസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് along with the outermost s electron, penultimate d electron also take part in chemical reaction. Therefore, d block element shows variable oxidation number. പിന്നെ മനസ്സിലാക്കുക, വേറെയും പ്രത്യേകതകളുണ്ട്. കളേർഡ് കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കളേർഡ് കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള സംയുക്തങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? കളേർഡ് കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്തൊരു പ്രത്യേകതയാണ് ഹൊറിസോണ്ടൽ സിമിലാരിറ്റി. എന്താണ് ഹൊറിസോണ്ടൽ സിമിലാരിറ്റി? എന്ത് കാണിക്കുന്നു? ഹൊറിസോണ്ടൽ സിമിലാരിറ്റി കാണിക്കുന്നു. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹൊറിസോണ്ടൽ സിമിലാരിറ്റി. എന്താ ഈ ഹൊറിസോണ്ടൽ സിമിലാരിറ്റി? മലയാളത്തില് തിരശ്ചീന സാദൃശ്യം എന്ന് പറയും. എന്ത് പറയും? തിരശ്ചീന സാദൃശ്യം. അതായത് സാധാരണഗതിയിൽ ഒരു ഗ്രൂപ്പിലെ എലമെന്റ് എല്ലാം പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. പ്രോപ്പർട്ടീസ് എന്ത് കാണിക്കും? സിമിലാരിറ്റി കാണിക്കും. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ഗ്രൂപ്പിലെ എലമെന്റുകൾ പ്രോപ്പർട്ടീസിൽ സിമിലർ ആവുന്നത് പോലെ പീരീഡ്സിലെ എലമെന്റും പ്രോപ്പർട്ടീസ് എന്ത് കാണിക്കും? സിമിലാരിറ്റി കാണിക്കും. ഇവിടെ മാത്രം ഡി ബ്ലോക്ക്, ഇത് പി ബ്ലോക്കിൽ ഒന്നും കാണിക്കുന്നില്ല. അതായത് ഗ്രൂപ്പിലെ എലമെന്റുകൾ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും, എസിലും പിയിലും ഡിയിലും ഒക്കെ. പക്ഷെ ഡി ബ്ലോക്കിന്റെ കേസിൽ ഗ്രൂപ്പിൽ സിമിലർ ആകുന്നത് പോലെ പീരീഡ്സിലെ എലമെന്റും പ്രോപ്പർട്ടീസ് എന്ത് കാണിക്കും? സിമിലാരിറ്റി കാണിക്കും. ഒരു ഗ്രൂപ്പിലെ എലമെന്റുകൾ പ്രോപ്പർട്ടീസ് സിമിലർ ആകുന്നത് പോലെ ഒരു പീരീഡ്സിലെ എലമെന്റും പ്രോപ്പർട്ടീസ് എന്ത് കാണിക്കും? സിമിലാരിറ്റി കാണിക്കും. ആ പ്രത്യേകതയ്ക്ക് പറഞ്ഞ പേരാണ് ഹൊറിസോണ്ടൽ സിമിലാരിറ്റി. The elements in the periods shows similarities in properties in addition to group. This similarity is called a horizontal similarity. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എന്തൊക്കെയാണ് ഡി ബ്ലോക്കിന്റെ പ്രത്യേകതകൾ? ഒന്ന്, അവയെ ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയുന്നു. എന്തുകൊണ്ട്? രണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നു. മൂന്ന്, കളേർഡ് കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നാല്, ഹൊറിസോണ്ടൽ സിമിലാരിറ്റി കാണിക്കുന്നു. കൺഫ്യൂഷൻ ഇല്ലല്ലോ ഡി ബ്ലോക്ക് എലമെന്റ്സ്? അപ്പൊ എത്ര ബ്ലോക്കുകളായി? 3. ഇനിയും ഉള്ളൊരു ബ്ലോക്ക് അല്ലേ? നാലാമത്തെ ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ ആയിട്ടുള്ള എഫ് ഓർബിറ്റൽ. ഏത് എഫ് ഓർബിറ്റലാണ്? ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ ആയിട്ടുള്ള എഫ് ഓർബിറ്റൽ. എന്താ ഈ ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാല്? ഔട്ടർ ഷെൽ മനസ്സിലായി കാണും. ഏതാണ്? ഏറ്റവും പുറത്തുള്ള ഷെൽ. അതിന് തൊട്ടകത്തുള്ളതാണ് തോന്നുന്നത് പെനൾട്ടിമേറ്റ്. അതിനും അകത്തുള്ളതാണ് എന്തോ സാധനം? ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ ആയിട്ടുള്ള എഫ് ഓർബിറ്റൽ ആണ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് എന്തോന്ന്? എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ ആയിട്ടുള്ള എഫ് ഓർബിറ്റൽ ആണ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അവയുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ NS 1 to 2, N-1D 0 to 1, N-2F 1 to 14 എന്നാ. മറന്നു പോകരുത്. NS 1 to 2, N-1D 0 to 1, N-2F 1 to 14. ഔട്ടർ ഷെൽ. തൊട്ടകത്തുള്ള ഷെൽ പെനൾട്ടിമേറ്റ് ഷെൽ. അതിനുമകത്തുള്ളത് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ. ഇത് 7s ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും? 6D ആയിരിക്കും. 7 - 1. ഇത് 7 - 2 5f ആയിരിക്കും. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ആന്റി പെനൾട്ടിമേറ്റ് ഷെൽ ആയിട്ടുള്ള എഫ് ഓർബിറ്റൽ ആണ് എങ്കിൽ അവയെ പറഞ്ഞ പേരാണ് എഫ് ബ്ലോക്ക് എലമെന്റ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. എന്താ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? NS 1 to 2, N-1D 0 to 1, N-2F 1 to 14. ഇനി ആരൊക്കെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലാന്തനൈഡ്സും അല്ലെങ്കിൽ ലാന്തനോൺസും ആക്ടിനൈഡ്സും അല്ലെങ്കിൽ ആക്ടിനോൺസും. ഏതൊക്കെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്? ലാന്തനൈഡ്സ് അല്ലെങ്കിൽ ലാന്തനോൺസ്.
ആക്ടിനൈഡ്സ് അല്ലെങ്കിൽ ആക്ടിനോൺസ്. എന്താണ് ഈ ലാന്തനോൺസ് എന്ന് പറഞ്ഞാൽ? ആറാമത്തെ പീരീഡിൽ ലന്ധാനത്തിന് ശേഷം വരുന്ന അറ്റോമിക് നമ്പർ 57 ആയിട്ടുള്ള ലന്ധാനത്തിന് ശേഷം വരുന്ന സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 14 മൂലകങ്ങൾ, the 14 elements coming after ലന്ധാനം from cerium to lutetium. ലന്ധാനത്തിന് ശേഷം വരുന്ന സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 14 മൂലകങ്ങളെ ഒരുമിച്ചെടുത്ത് പറഞ്ഞ പേരാണ് ലാന്തനൈഡ്സ്. ലന്ധാനത്തിന്റെ അറ്റോമിക് നമ്പർ 57 ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ എന്താ ആക്ടിനൈഡ്സ് എന്ന് പറഞ്ഞാല്? ഏഴാമത്തെ പീരീഡിൽ ആക്ടീനിയം അറ്റോമിക് നമ്പർ 89 ആണ്. ശേഷം വരുന്ന തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 14 മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേരാണ് ആക്ടിനൈഡ്സ്. അപ്പൊ എന്താ ആക്ടിനൈഡ്സ്? ഇൻ ദി 7th പീരീഡ് അറ്റോമിക് നമ്പർ 89 ആയിട്ടുള്ള ആക്ടീനിയത്തിന് ശേഷം വരുന്ന തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 14 മൂലകങ്ങളെ ഒരുമിച്ചേർത്ത് പറഞ്ഞ പേരാണ് ആക്ടിനൈഡ്സ്. അപ്പൊ ആരൊക്കെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്? ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. എന്താ ലാന്തനൈഡ്സ്? ആറാമത്തെ പീരീഡിൽ ലന്ധാനത്തിന് ശേഷം വരുന്ന സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 14 മൂലകങ്ങൾ, the 14 elements coming after ലന്ധാനം from cerium to lutetium in the 6th period are called lanthanides. അപ്പൊ എന്താ ആക്ടിനൈഡ്സ്? ഏഴാമത്തെ പീരീഡിൽ ആക്ടീനിയത്തിന് ശേഷം വരുന്ന തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 14 മൂലകങ്ങൾ, the 14 elements coming after actinium from thorium to lawrencium in the 7th periods are called actinides. കൺഫ്യൂഷൻ ഇല്ലല്ലോ? അപ്പൊ ആരൊക്കെ എഫ് ബ്ലോക്ക് എലമെന്റ്സ്? ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. ഈ ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും ദാറ്റ് ഈസ് എഫ് ബ്ലോക്ക് എലമെന്റ്സിനെയും പറയുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഓർത്ത് വെച്ചേക്കുക. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇത് പേര് പറയും ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. അപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റ്സ് പറഞ്ഞ മറ്റൊരു പേര് എന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. കാരണം ഇത് ട്രാൻസിഷൻ എലമെന്റ് അകത്ത് വരുന്ന സാധനമാണ്. ലന്ധാനം ആറാമത്തെ പീരീഡിൽ ഡി ബ്ലോക്കിൽ വരുന്ന ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും, അതിന് ശേഷം വരുന്ന എലമെന്റ് അല്ലേ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നില്ല എന്നാ ഉള്ളൂ. ഇവിടെ പീരിയോഡിക് ടേബിളിൽ താഴെ 2 ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 2 റോ നിങ്ങൾക്ക് കാണാൻ കഴിയും. താഴെ 2 ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും അറിയില്ല. പീരിയോഡിക് ടേബിൾ ഇതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന സാധനം. ഇതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ. അത് ഇവിടെ വരേണ്ട സാധനമാണ്, അതിനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വരേണ്ടതായത് ട്രാൻസിഷൻ എലമെന്റ് വരേണ്ടതല്ലേ, അതുകൊണ്ട് പറഞ്ഞ പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. തൊട്ട് താഴത്തെ ഏഴാമത്തെ പീരീഡിൽ ഇവിടെ വരുന്ന എലമെന്റ് ആണ് ആക്ടീനിയം, അതിനുശേഷമുള്ള എലമെന്റ് ആണ് എന്തോന്ന്? ആക്ടിനൈഡ്സ്. അപ്പൊ ഫലത്തിന്റെ ഇവിടെ വരേണ്ടത് ട്രാൻസിഷൻ എലമെന്റ് അകത്ത് വരേണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞ പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇത് പറയും ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇത് എസ് ബ്ലോക്ക്, ഇത് പി ബ്ലോക്ക്, ഇത് ഡി ബ്ലോക്ക്. താഴെ കാണുന്ന 2 പീരീഡ്സ് ആണ് എന്തോന്ന്? എഫ് ബ്ലോക്ക് എലമെന്റ്സ്. സിമ്പിൾ അല്ലേ? ഓർത്തുകൂടെ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്തുകൊണ്ട് എലമെന്റുകളെ പ്രധാനമായും 4 ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. സിമ്പിൾ അല്ലേ? ഓർക്കാമല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ഇതിനകത്ത് എലമെന്റ്സിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടെ പറയുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. പ്രോപ്പർട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്താ മെറ്റൽസ് എന്ന് പറഞ്ഞാല്? മെറ്റാലിക് പ്രോപ്പർട്ടീസ്, ദാറ്റ് ഈസ് മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറിറ്റി, മെറ്റാലിക് ക്ലസ്റ്റർ, കണ്ടക്ടിവിറ്റി. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സ് ആണ് എന്തോ സാധനം? മെറ്റൽസ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 78% എലമെന്റ്സ് എന്താണ്? മെറ്റൽസ് ആണെന്ന് ഓർക്കുക. എന്താ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാല്? മെറ്റാലിക് പ്രോപ്പർട്ടീസ് ഒന്നും കാണിക്കാത്ത എലമെന്റ്സ് ആണ് എന്തോന്ന്? നോൺ മെറ്റൽസ് എന്ന് ഓർക്കുക. അറിയുന്ന കാര്യമാണ്. എന്താ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാല്? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സ് ആണ് മെറ്റലോയിഡ്സ്. എക്സാമ്പിൾ പഠിച്ചതാണ് ബോറോൺ, സിലിക്കൺ, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ബോറോൺ, ആഴ്സനിക്, സിലിക്കൺ, ആന്റിമണി, ടെലൂറിയം ഇതൊക്കെ ആർക്ക് എക്സാമ്പിൾ ആണ്? മെറ്റലോയിഡ്സ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് പ്രോപ്പർട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എലമെന്റുകളെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ? ഓർക്കാൻ കഴിയുന്ന കാര്യമല്ലേ? അപ്പൊ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കേണ്ടി വരിക. ഇനി പഠിക്കാനുള്ളത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ്. വരും ക്ലാസ്സുകളിൽ നമുക്ക് എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.